ഋതികയുടെയും അശ്വിന്റെയും വിവാഹ നിശ്ചയം അത് നല്ല വൃത്തിയായി ഞാൻ മുടക്കും. ഋതിക ഒരാളുടെ മുന്നിൽ താലി ചാർത്താനായി തല കുനിക്കുമെങ്കിലേ അതെന്റെ മകൻ ദീപകിന്റെ മുന്നിൽ മാത്രമായിരിക്കും. എങ്ങനെ? പറയാം. നീ ആദ്യം പോയി ഋതികയ്ക്ക് നല്ലൊരു സാരി എടുത്തോണ്ട് വാ. സാരിയോ? എന്തിന്? അവൾക്ക് ഞാനൊരു ഒന്നാം തരം സാരി തന്നെ കൊടുക്കുന്നുണ്ട്. ഈയിടെയായി ഞാൻ അനുഭവിച്ചതിനൊക്കെ തിരിച്ചടി കൊടുത്തിരിക്കാം. പിന്നെ മൃതസഞ്ജീവിനി മല ഒരു ചാക്ക് തേങ്ങ എടുത്തോണ്ട് വന്നപ്പോ അടുത്ത് പോയ ആളാ മല ചുമന്നോണ്ട് വരാൻ പോകുന്ന. വെറുതെ വീൺ വിളക്കത്തൊന്ന് പോ രാജു. ആ കൊള്ളാം, അങ്ങനെ തന്നെ പറയും. എനിക്കിത് വേണം. ഋതിക മാഡം, ഏത് കാര്യമായാലും മാഡത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? എന്നിട്ടും മാഡം എന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്നതേ എനിക്ക് നല്ല വിഷമമുള്ള കാര്യം കേട്ടോ. എങ്കിലൊരു കാര്യം ചെയ്, രാജു എനിക്ക് പ്രോമിസ് ചെയ്തതാ. ഞാൻ പറയുന്ന ആഗ്രഹം അതെന്തായാലും സാധിച്ചു തരുമെന്ന് പ്രോമിസ് ചെയ്തതാ. ഓക്കെ, രാജു ഇതാ ഋതിക മാഡത്തിന് വാക്ക് തരുന്നു. പിറന്നാൾ ദിവസമായ ഇന്ന് ഋതിക മാഡത്തിന്റെ വർഷങ്ങളായിട്ട് നടക്കാത്ത ആഗ്രഹം അത് എന്ത് തന്നെ ആയാലും ഈ രാജു നടത്തി തരും. ആ, അങ്ങനെ വെറുതെ വാക്ക് പറഞ്ഞ പോരാ. പിന്നെ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. എന്നാലേ രാജുവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കൂ. ഈ ഋതിക മാഡത്തിന്റെ ഒരു കാര്യം. ഇനി മാഡം ആഗ്രഹം പറയും. മാഡത്തിന്റെ ആഗ്രഹം ഈ രാജു സാധിച്ചു തരും. രാജു, എല്ലാ പിറന്നാൾ ദിവസവും ഞാൻ ആഗ്രഹിക്കാറുള്ളതാ അച്ഛന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങണമെന്ന്. ഈ പിറന്നാളിന് അച്ഛന്റെ അനുഗ്രഹം അതെങ്ങനെയെങ്കിലും രാജു എനിക്ക് വാങ്ങിത്തരണം. ഋതിക മാഡം, എന്ത് പണിയായി കാണിച്ചത്? ഞാൻ എങ്ങനെയാ വർമ്മ സാറിനെ കൊണ്ട്? ഇത് ചതിയാണ് മാഡം. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ് മാഡത്തിന്റെ ആഗ്രഹം എന്ന് നന്നായിട്ട് മാഡത്തിന് അറിയാം. എന്നിട്ടും മാഡം എന്നെ കൊണ്ട് അതും മാഡത്തിന്റെ തലയിൽ തന്നെ സത്യടിയിച്ചു. രാജു അല്ലേ പറഞ്ഞത് വേണമെങ്കിൽ സഞ്ജീവനി മല വേണമെങ്കിലും കൊണ്ടു തരാന്ന്? ബർത്ത്ഡേ ആഘോഷത്തിന് ഇത്രയൊക്കെ ഡെക്കറേഷന്റെ ആവശ്യമുണ്ടോ? അച്ഛനിതൊക്കെ ഇഷ്ടാവോ? അച്ഛൻ ഇതൊക്കെ കണ്ടിരുന്നു മോളെ, അതോർത്ത് മോള് ടെൻഷൻ ആവണ്ട. അല്ല, എന്തായിരുന്നു മോളെ? ക്ഷേത്രത്തിൽ നിന്നുള്ള വരവാണെന്ന് തോന്നുന്നു. അർച്ചനയൊക്കെ നടത്തിയോ? നന്നായി പ്രാർത്ഥിച്ചല്ലോ അല്ലേ? മോള് കണ്ടില്ലേ, മോക്ക് വേണ്ടിട്ടാ ഈ കാണുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ. ശരിയാ, പക്ഷെ എനിക്ക് വേണ്ടി ഇത്രയും നല്ല ഒരുക്കങ്ങളൊക്കെ നടത്തുമെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഒരുപാട് പിറന്നാളുകൾ കടന്നു പോയിട്ടും ഈ പിറന്നാളിനാ ഇപ്പോഴാ എനിക്കിത് മനസ്സിലായത്.
ആണോ? ഇനിയും എന്റെ മോളെ എന്തൊക്കെ മനസ്സിലാക്കാനിരിക്കുന്നു. അമ്മേ, അമ്മ പറഞ്ഞതുപോലെ 30 സാരി വാങ്ങിച്ചിട്ടുണ്ട്. ഹോ, എന്തൊരു ഭാരം. എടാ, നിന്റെ മുറപ്പെണ്ണല്ലേടാ ഋതുമോള്. അപ്പോ അവക്ക് വേണ്ടി നീ ഇനി എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു. അതെ, ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് നീ പോയി ജോലിക്കാരെ ഒന്ന് ശ്രദ്ധിക്ക. ശരി അമ്മ. ചെല്ലേ. എന്താ ഋതുമോളെ, സാരികളൊക്കെ എന്തിനാണെന്നാണോ ആലോചിക്കുന്നേ? ഋതുമോളുടെ കൈകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്കും പരിസരവാസികൾക്കും ഒക്കെ ഗിഫ്റ്റായി കൊടുക്കാനാ ആ സാരികള്. വർമ്മ സാർ ഇവിടെ ചെയ്യണം സാറേ. ചേട്ടൻ മുറിയിലുണ്ട്. ആ, ഋതു വാ മോളെ, മോൾക്ക് റെഡിയാവണ്ടേ? വാ ഋതിക മോളെ. നാശങ്ങള്, ഇവരെയൊക്കെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? രാധമേ, ശ്രീ വാ. വരൂ. രാധമേ, ശ്രീ. രാധമ്മയുടെ വക ചെറിയൊരു പിറന്നാൾ സമ്മാനം.